നമസ്കാരം. കൈരളി ന്യൂസിൻ്റെ പത്രാധിപ സംഘത്തിൻ്റെ വാർത്താ വിശകലന പരിപാടി വി ദ പീപ്പിൾ ആരംഭിക്കുന്നു. ഇന്ന് കേരളം വോട്ട് രേഖപ്പെടുത്തിയ ദിവസമാണ്. ആ പകൽ അവസാനിക്കുമ്പോൾ, ഈ രാത്രി തുടങ്ങുമ്പോൾ കേരളത്തിൻ്റെ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ നിരക്കിൽ എത്തിയിട്ടില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പോളിംഗ് ദിവസത്തിന് അർദ്ധരാത്രി കഴിഞ്ഞും കണക്കുകൾ ലഭ്യമായിക്കൊണ്ടിരിക്കും. പലപ്പോഴും പിറ്റേ ദിവസം പുലർച്ചയോടുകൂടി പുതിയ കണക്കുകളും വരും. അപ്പോൾ കണക്കുകളൊക്കെ മാറി മറിയും. ഇപ്പോഴുള്ളത് താൽക്കാലികത വെച്ചുള്ള സംസാരം മാത്രമാണ്. പക്ഷേ വാർത്താ പ്രവർത്തനത്തിൽ ഇതൊക്കെ സാധാരണമാണ്. എന്തായാലും ഇപ്പോൾ കേരളത്തിലെ പോളിംഗ് നിരക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ അല്പം കുറവായിരിക്കും എന്ന മട്ടിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. പോളിംഗിൻ്റെ വിശദാംശങ്ങൾ മനോജ് ഇപ്പോൾ നമുക്ക് കിട്ടിയ വെച്ച് അവതരിപ്പിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇല്ല. കഴിഞ്ഞ തവണത്തേക്കാൾ ഇപ്പോൾ NPC സൂചിപ്പിച്ചു, കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 10% കുറവ് ഇപ്പോൾ കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫൈനൽ ഫിഗർ വരുമ്പോഴത്തേക്ക് കുറച്ച് വ്യത്യാസം വരാം, എങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ നിലവാരം സൂചിപ്പിക്കുന്നത്. അതെ, നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന കണക്ക് വെച്ചുള്ളത് പറയുകയൊക്കെ ചെയ്യാം. 67.27% പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ എന്നാണ് ഇപ്പോഴുള്ള ഒരു കണക്ക്. കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 10% കുറവാണ് എന്ന നിരക്കിലാണ് ഇത് നിൽക്കുന്നത്. സാധാരണ ശതമാനം വെച്ച് ഞങ്ങൾ വാർത്താപ്രവർത്തകർ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കണക്ക് വിശാരദർ മാത്രമല്ല, പൊതുജനങ്ങളും പറയാറുണ്ട് ആർക്ക് അനുകൂലമാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ പോളിംഗ് നിരക്ക് വെച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഒരു തരംഗത്തിൻ്റെ സാന്നിധ്യമുണ്ടോ, അതോ ജനങ്ങൾക്ക് അവരുടെ താല്പര്യം ഏത് തോതിലാണ് എന്ന് പറയാവുന്ന നിലയുണ്ടോ എന്നൊക്കെ പറയാറുണ്ട്. രാജേന്ദ്ര, അത് ഒരു പഴയ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതായത് പോളിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് വിജയം, പോളിംഗ് കൂടിക്കഴിഞ്ഞാൽ UDF വിജയം. ആ കാലത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇന്നിപ്പോ ആ സ്ഥിതിയൊക്കെ പോയി. മാത്രമല്ല, ഇന്ന് നമ്മൾ ഈ പോളിംഗ് ബൂത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും വാഹനത്തിൽ പോലും വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യം എല്ലാം മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് അത്തരം ഒരു വിശകലനത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ഒരു കേരള പല തെരഞ്ഞെടുപ്പിലും തിരിച്ചുണ്ടായിട്ടുണ്ട്. പോളിംഗ് കുറയുമ്പോൾ UDF ജയിച്ച ഉദാഹരണങ്ങൾ. ജനറേഷൻ മാറ്റം വലിയൊരു ഘടകം കൂടിയാണ്. മറ്റേ പ്രായമുള്ളവർ മാറിയിട്ട് ഇന്ന് ചെറുപ്പക്കാരായിട്ടുള്ള വോട്ടർമാരാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെങ്ങനെ, അവരുടെ കാഴ്ചപ്പാട് എന്താണ്, നിലപാട് എന്താണെന്നുള്ളത് പഠിക്കാൻ പറ്റുന്നൊരു സംഭവം കൂടി അല്ല. അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നുണ്ടാവും. അതുപോലെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഒരു നല്ലൊരു വിഭാഗം ജനസംഖ്യ പറഞ്ഞാൽ കേരളത്തിന് പുറത്താണ്. അവർക്ക് പലർക്കും തന്നെ ഈ ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാവും. നമ്മളൊക്കെ പത്രപ്രവർത്തകരാണല്ലോ, പിഴയ്ക്കുമോ എന്ന ഭയം മൂലം നമ്മൾ ചില വിശകലനങ്ങൾ നടത്താതിരുന്നുകൂടാ. കഴിഞ്ഞ തവണത്തെ തോതിലുള്ള ഒരു ജനകീയ ആവേശം പ്രകടമായില്ല എന്ന് തോന്നുന്ന കണക്കുകൾ താൽക്കാലികമാണെങ്കിൽ പോലും വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഇതിൽ എനിക്ക് തോന്നുന്നത് ഒരു നിസ്സംഗത, കുറച്ച് വോട്ടർമാർക്കിടയിലെങ്കിലും ഒരു നിസ്സംഗത ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. മോദി സർക്കാരിനെ തൂത്തെറിയാൻ വേണ്ടി കോൺഗ്രസിന് വോട്ട് കൊടുക്കുക, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക എന്ന അർത്ഥത്തിൽ വലിയ തരത്തിൽ 77% എന്ന് പറഞ്ഞാൽ വലിയ കണക്ക് തന്നെയാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ. അതിൽ നിന്നൊരു 10% കുറഞ്ഞു എന്ന് പറയുന്നത് കുറച്ചെങ്കിലും വോട്ടർമാരിൽ ഒരു നിരാശത പടർത്തിയിട്ടുണ്ടെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം ചിലർ ഒരുപക്ഷെ ഏത് മുന്നണിക്കായാലും ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന അർത്ഥത്തിലേക്ക് ഒരു സാധ്യത. കാരണം മറ്റ് ഘടകങ്ങളൊന്നുമില്ല. ഇന്ന് രാവിലെ ഇപ്പോൾ നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ രാവിലെ നമ്മളൊക്കെ തന്നെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ഒരു 8 മണി 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ രീതിയിലുള്ള 10 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് 30% മുകളിലോട്ടൊക്കെ പോയി വലിയ കനത്ത പോളിംഗ് എന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തു. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 40-45 വരുന്നു. പിന്നീട് സ്ലൈറ്റായിട്ട് കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതൊരു നേരത്തെ നമ്മൾ രാജേന്ദ്രനൊക്കെ പറഞ്ഞ പോലെ ആ പഴയ കണക്ക് കൂട്ടൽ, പോളിംഗ് പെർസെൻറ്റേജ് കൂടുമ്പോൾ UDF കുറയുമ്പോൾ LDF എന്നുള്ളതൊന്നും ഇപ്പോൾ വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നാൽ പോലും കൃത്യമായ, എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ നടന്നത് കൃത്യമായൊരു പൊളിറ്റിക്കൽ വോട്ടിംഗ് ഈ 67% താഴെ നടന്നിട്ടുണ്ട്. ആ 67% എന്ന് പറഞ്ഞാൽ കൃത്യം പൊളിറ്റിക്കൽ വോട്ട് ആണ് എന്നുള്ള. രാജേന്ദ്ര, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മനോജ്. രാജേന്ദ്ര, ഇപ്പോൾ വന്നിരിക്കുന്ന കണക്കുകൾ അത് എത്രമാത്രം താൽക്കാലികമാണെങ്കിൽ പോലും അതിൽ നമ്മളെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു കാര്യമുള്ളത്,
പൊന്നാനിയിൽ 63% വോട്ടാണ് ഇപ്പോൾ തൽക്കാലം രേഖപ്പെടുത്തിയിട്ടുള്ളത്. രാജേന്ദ്രന്റെ ഒരു മേഖല കൂടിയാണ്. വീടെല്ലാം നിലനിൽക്കുന്ന ആ പ്രദേശത്താണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. അതിനകത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, പൊന്നാനി മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൽ ഒരു നല്ലൊരു വിഭാഗം പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അവരെല്ലാം തന്നെ പുറത്താണ്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെയാണ്. അത് സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണ്ടാവാം. പക്ഷേ എങ്കിലും അത് മാത്രമായിരിക്കില്ല. അതെ, അല്ല അത് മാത്രമല്ല. പക്ഷേ ഞാൻ ആ മണ്ഡലത്തിൽ പോയിരുന്നു. ഞാൻ കണ്ടൊരു സവിശേഷത എന്നാൽ ഒരു വിഭാഗം വോട്ടർമാർക്കിടയിലും വല്ലാത്തൊരു ആശയക്കുഴപ്പമുണ്ട്. അത് ഞാൻ പോയ ആ സമയമെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കൊടി വിവാദമെല്ലാം കത്തി നിൽക്കുന്ന സമയത്താണ്. UDF പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗങ്ങൾക്കിടയിൽ ഒരു വല്ലാത്തൊരു അവരുടെ എല്ലാ ആത്മാഭിമാനത്തിന് പോറലേറ്റതുപോലുള്ള ഒരു പ്രതികരണം, അവരുടെ ഒരു നിരാശ അത് ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പൊന്നാനിയിൽ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. ഒപ്പം തന്നെ സമസ്ത ലീഗ് ആ തർക്കം, അതിലുള്ള പ്രശ്നങ്ങൾ, സമസ്ത എടുത്ത നിലപാട്, അത് മറികടക്കാൻ വേണ്ടി ലീഗ് നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ, ചിലരെങ്കിലും വിടുവായത്വം വിളിച്ചു പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ആ ജനവിഭാഗത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പ്രതിഫലനമാണെങ്കിൽ എന്തായിരിക്കും? അല്ല, നമ്മളതിൻ്റെ ഏറ്റവും ആ ഒരു സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏത് തലം വരെ പോയി എന്നതാണ്. നമ്മൾ ഇന്നലെ ഒരു വാർത്ത കൊടുത്തിരുന്നു. അതായത് ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് നിങ്ങൾ ലീഗിനെതിരായി വോട്ട് ചെയ്താൽ, ലീഗിനെതിരായി ആൾക്കാരെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മദ്രസയിലെ ജോലി പോലും അതെല്ലാം തെറിപ്പിക്കും. ആ രീതിയിലുള്ള ഭീഷണികൾ വരെ അവിടെ ഉണ്ടായി. അതേസമയത്ത് ഇതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായി. ഈ വളരെ സൈലൻ്റായ രീതിയിൽ, ഈ പുറത്തേക്ക് പരസ്യമാക്കാത്ത രീതിയിൽ, വളരെ രഹസ്യമായ രീതിയിൽ തന്നെ ലീഗിനെ തോൽപ്പിക്കണം എന്ന രീതിയിലുള്ള ഒരു സന്ദേശം നൽകിയിരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമസ്ത എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു കാലത്ത് ഒരു മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടന എന്ന രീതിയിലാണ് കരുതിയിരുന്നത്. അതിൻ്റെ തന്നെ നേതാക്കൾ പരസ്യമായിട്ട് പറയുന്നു, ഇടതുപക്ഷവുമായി ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല, ഈ ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത് ഇടതുപക്ഷമാണ്. ഇതെനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണത്. അതെല്ലാം ഏത് രീതിയിലാണ് പ്രതിഫലിക്കുക എന്ന് നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ വേണം. കാരണം ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ ഈ ചില കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ചില കാര്യങ്ങൾ കാത്തിരുന്ന് കാണാമെന്ന് പറയുന്ന ശൈലിക്ക് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. ഒരുപാട് നാള് കാത്തിരിക്കണം. ഒരു മാസവും ഒരാഴ്ചയും കാത്തിരുന്നാലേ നമുക്ക് ഇതിന്റെ ഫലം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. കാരണം വിശാലമായ ഒരു രാജ്യം, 7 ഘട്ടങ്ങളിലായുള്ള തെരഞ്ഞെടുപ്പ്, 2ാമത്തെ ഘട്ടമാണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും 5 ഘട്ടം. അടിയന്തരാവസ്ഥ കാലത്ത് തെരഞ്ഞെടുപ്പിൽ കാത്തിരിപ്പ് 5 ദിവസമായിരുന്നു. 5 ദിവസമാണ് ഇപ്പോൾ ഇത്ര കണ്ട് നീണ്ടുപോകുന്നത്. ഈ വയനാട്ടിൽ ഉണ്ടായ കൊടി വിവാദം, അതിൻ്റെ പ്രത്യാഘാതമാണ് കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശത്തിൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ കണ്ടിരുന്നു. പൊന്നാനി മാത്രമല്ല, മലപ്പുറം മണ്ഡലത്തിലും കണ്ടിരുന്നു. അവിടെ കോൺഗ്രസിൻ്റെ കൊടി ഉയർത്താനായിട്ട് ലീഗുകാർ സമ്മതിച്ചിരുന്നില്ല. വയനാട്ടിൽ നേരെ തിരിച്ചായിരുന്നു. ഇപ്പോൾ ലീഗിൻ്റെ കൊടിയുമായി വന്ന ആളെ പുറത്താക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു വിവാദം ഒരുപക്ഷെ അവിടുത്തെ വോട്ടിങ്ങിനെ ബാധിച്ചിട്ടുണ്ടാവാം. മലപ്പുറം ജില്ലയിൽ ഒരുപക്ഷെ കോൺഗ്രസ് വോട്ട് വിട്ടു നിന്നിട്ടുണ്ടാവാം. അതായിരിക്കാം പൊന്നാനിയിൽ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ വോട്ടിലേക്ക് പോയിട്ടുണ്ടാവുക. അതേസമയം വയനാട്ടിൽ പോളിംഗ് പെർസെൻറ്റേജിൽ വലിയ വ്യത്യാസം കാണുന്നില്ല. ഇതുവരെയുള്ള കണക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേതുമായിട്ട് നോക്കുമ്പോൾ താരതമ്യേന ഈക്വലായിട്ട് തന്നെ പോകുന്നുണ്ട്. രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് വന്നതിൻ്റെ ഒരു പ്രയോജനം അവിടെ കണ്ടിരുന്നു. വോട്ട് ഷെയർ വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. ആ തലത്തിലേക്ക് എത്തിയില്ലെങ്കിലും വലിയ കുറവ് വരുന്നിട്ടില്ല എന്നുള്ളൊരു സാധ്യത കൂടിയുണ്ട്. പക്ഷേ അത് കോൺഗ്രസിൻ്റെ വോട്ടാണോ കുറഞ്ഞത്, അതല്ല അതോ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ടാണോ കുറഞ്ഞതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ സമസ്ത ലീഗ് പ്രശ്നം വലിയ തരത്തിലൊരു അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മലപ്പുറം പൊന്നാനി മണ്ഡലം അത് കേരളം ആകെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നേരത്തെ തന്നെ PMA സലാം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ സമസ്തയ്ക്ക് തെക്കൻ കേരളത്തിൽ എവിടെയാണ് സ്വാധീനം എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. വല്ലാതെ ഈ സമസ്തയെ ലീഗ് നേതാക്കൾ ഇത്തവണ ചൊടിപ്പിക്കുകയും ഒരു നിലവാര തകർച്ചയിലേക്ക് പോകുന്ന തരത്തിലേക്ക് പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ലീഗ് വോട്ടിലും വലിയ കുറവ് വന്നിട്ടുണ്ട്. ലീഗുകാർ വോട്ട് ചെയ്തിട്ടില്ല പലരും, അങ്ങനെ നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നുണ്ട്. ഇതോടൊപ്പം പറയേണ്ടതേ, ഇത്തവണ ഈ പോളിംഗ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എന്തെങ്കിലും തരത്തിലുള്ള ജനത്തിൻ്റെ നൈരാശ്യത്തിൻ്റെ പ്രതിഫലനമാണോ എന്നൊരു ചർച്ച അത് കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് ഇന്ത്യയിലാകെ തന്നെ ഉണ്ട്. ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കണ്ട ഒരു കാര്യം, ബീഹാറിൽ വല്ലാതെ പോളിംഗ് കുറഞ്ഞിരിക്കുന്നു അല്ലേ. 48.5% കുറയുന്ന നിലയ്ക്ക് വന്നു. ഒപ്പം തന്നെ രാജസ്ഥാനിൽ അത് 57% പേര് ആദ്യ റൗണ്ടിൽ ഫസ്റ്റ് ഫേസിൽ അങ്ങനെ കുറഞ്ഞു പോയിരിക്കുന്നു. അത്തരത്തിൽ ഉള്ള ഒരു അവസ്ഥ ഇന്ത്യയിലാകെ തന്നെ ഉണ്ട് എന്ന് നിരീക്ഷിക്കപ്പെട്ടിരുന്നു. ഈ മോദിയും സംഘപരിവാറും
രണ്ടാം ഘട്ടത്തെ ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം നടത്തിയിരിക്കുന്ന അഗ്രസീവായിട്ടുള്ള അമാന്യമായിട്ടുള്ള ആക്രമണങ്ങൾ, കടുത്ത വർഗീയ പരാമർശം, കൂടുതൽ കടുത്ത വർഗീയ പരാമർശങ്ങൾ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നില്ല എന്ന് കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുകൂടി നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1952 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ വോട്ടർ പട്ടികയിൽ ഈ ആളുകളെ ചേർക്കുക എന്നായിരുന്നു. ഏതാണ്ട് 20 ലക്ഷം സ്ത്രീകളാണ് സ്വന്തം പേര് എഴുതാൻ തയ്യാറായില്ല. എൻ്റെ ഭർത്താവിൻ്റെ പേര്, അതായത് ധനശ്യാമിൻ്റെ ഭാര്യ എന്ന് എഴുതിയാൽ മതി, മധുപാലിൻ്റെ ഭാര്യ എന്ന് 20 ലക്ഷം പേര് അങ്ങനെ അന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ പോളിംഗ് ശതമാനം പറഞ്ഞാൽ 46%. അവിടെയാണ് ബീഹാറിൽ 48%. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബീഹാർ രാഷ്ട്രീയം പറഞ്ഞാൽ അത് വളരെ വൈബ്രൻ്റാണ്. അത് മാത്രമല്ല അടിമുടി രാഷ്ട്രീയമുള്ളൊരു ജനതയാണ് ബീഹാർ. എല്ലാ രാഷ്ട്രീയ ഘട്ടങ്ങളിലും നല്ലപോലെ ഉണർന്ന് പ്രവർത്തിച്ച, ഒരുപക്ഷെ അടിയന്തരാവസ്ഥക്കെതിരെയൊക്കെ ഐതിഹാസികമായ സമരങ്ങൾ നടന്ന, ജയപ്രകാശ് നാരായണൻ്റെ സമരത്തിൻ്റെയൊക്കെ കേന്ദ്രമായിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയ ഹൃദയം അതുപോലെ തന്നെ ഏറ്റുവാങ്ങുന്ന ആ ഒരു ജനതയാണ് ഒന്നാം ഘട്ടത്തിൽ ഇങ്ങനൊരു നിസ്സംഗത ബീഹാർ പോലൊരു സംസ്ഥാനത്തിൽ കാണിച്ചിരിക്കുന്നത്. എന്താണ് അവർ കാത്തുവെച്ചിരിക്കുന്നത്? എന്താണ് ആ ജനത, ഇന്ത്യൻ ജനത എന്താണ് കാത്തുവെച്ചിരിക്കുന്നത് എന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം, ഇന്ത്യൻ ജനതയാകെ തന്നെ അല്ലെങ്കിൽ ലോകമാകെ തന്നെ ഒരു മാസവും ഒരാഴ്ചയും കഴിഞ്ഞ് കാണാനിരിക്കുകയാണ്. അങ്ങനെ ഒരു ചിന്തയിലേക്ക് ഇപ്പോഴെങ്കിലും നമ്മൾ എത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അല്ലേ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ 2 ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. കാരണം ആദ്യ ഘട്ടത്തിൽ നടന്ന 129 മണ്ഡലങ്ങൾ, ഇപ്പോൾ 88 മണ്ഡലങ്ങളിൽ. ഇതിൽ കഴിഞ്ഞ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന തമിഴ്നാട്ടിലെ 39 പുതുച്ചേരിയിൽ നിന്ന് 40 സീറ്റ്, ഇപ്പോൾ നടക്കുന്ന 88-ലെ 20 സീറ്റ്. ഇത് ഉറപ്പായും ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ തമിഴ്നാട്ടിലെ DMK തൂത്തുവാരികയാണെങ്കിൽ 40 സീറ്റും, കേരളത്തിൽ ഇപ്പോൾ എന്തായാലും LDF ആയാലും UDF ആയാലും 20 സീറ്റ് ഇന്ത്യ സഖ്യത്തിനുള്ള ഉറപ്പാണ്. അങ്ങനെ 40ഉം 20ഉം ഏകദേശം 60 സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ഉറപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ നേരത്തെ ഈ NBC പറഞ്ഞ വിഷയങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരുമ്പോഴത്തേക്ക് ഈ മോദി നടത്തിയ വർഗീയ പരാമർശം അവസാനം വളരെ, അതായത് ഇലക്ഷൻ കമ്മീഷൻ വരെ നോട്ടീസ് നൽകിയത് പാർട്ടിക്കാണ് നൽകിയത്. പാർട്ടിക്ക്, അതായത് മറ്റേ അത് ഭയങ്കര ഗിമ്മിക്കാണ് അതിനകത്ത് നടന്നിരിക്കുന്നത്. നദ്ദയ്ക്ക് നോട്ടീസ് കൊടുത്തതിന് സമാനമായിട്ട് ഖാർഗെക്ക് നോട്ടീസ് കൊടുത്തു. അവർക്കും ഇങ്ങനെയാണല്ലോ. ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു കളി. അപ്പോൾ ഈ ശരിക്കും ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നൊരു എന്തൊക്കെയോ ഈ രാഷ്ട്രീയത്തിൽ ചലനം ഉണ്ടാക്കാൻ കഴിയുന്നതാണെന്ന് മോദിക്കും സംഘപരിവാറിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്, ഇവർക്ക് മെഷീനറി ഉണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കഴിഞ്ഞ ഈ മറ്റേ മുസ്ലിം വിരുദ്ധ പരാമർശം അടക്കം നടത്തുകയും ചെയ്തത്. സ്ട്രാറ്റജി കറക്റ്റാണ്. അതാത് സംസ്ഥാനങ്ങളിലുള്ള 2 കക്ഷികൾ മത്സരിക്കുകയും ജയിച്ചാൽ ആര് ജയിച്ചാലും ഇന്ത്യ സഖ്യത്തിന് മുതൽക്കോട്ടാകുന്നു. തമിഴ്നാട്ടിൽ ADMKക്ക് ഇപ്പോൾ അങ്ങനെ ഒരു സാധ്യതയില്ല. സ്വാഭാവികമായിട്ട് DMKയുടെ ആ വോട്ടുകളും ആ സീറ്റുകളും നിർണായകമാണ്. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് എത്രത്തോളം സീറ്റുകൾ ഇനിയുള്ള ഘട്ടങ്ങളിലും ആ ഒരു സ്ട്രാറ്റജി ഒന്നുകൂടി വർക്കൗട്ട് ചെയ്യാൻ ഇന്ത്യ സഖ്യം ഇനിയും കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ മോദിയെ ഒന്ന് പേടിപ്പിക്കാനും മോദിക്ക് ഒരു തടയിടാനും കഴിയുമെന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഇനിയും സ്ട്രാറ്റജി കൂട്ടിച്ചേർക്കേണ്ട ഒരു വസ്തുത എന്നാൽ അത് ഈ ബീഹാറിലേതുപോലെ തന്നെ ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൽ ഗണ്യമായി കുറവ് വന്നൊരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. അവിടെ 5% വോട്ട് കുറഞ്ഞത്. പക്ഷേ ആ രണ്ടാം ഘട്ടം വളരെ നിർണായകമാണ്. കാരണം കോൺഗ്രസ്സിന് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. കഴിഞ്ഞ തവണ 25-25 ഈ BJP തൂത്തുവാരി. പക്ഷേ ആ സംസ്ഥാനത്തിൽ നടന്നൊരു പ്രത്യേകത എന്തെന്നാൽ രണ്ടാം ഘട്ടത്തിൽ അവിടെ പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി പോയില്ല. മോഡി അവിടെ പോയാണ് ഈ കടുത്ത വർഗീയ പരാമർശം നടത്തിയത്. രാഹുൽ ഗാന്ധി എന്ന ഈ കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ രണ്ടാം ഘട്ടത്തിൽ രാജസ്ഥാനിൽ പ്രചാരണത്തിൽ പോലും പോയില്ല. മാത്രമല്ല അവിടുത്തെ അവരുടെ ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതായിരുന്നു, അവിടെ സ്റ്റാർ ക്യാമ്പയിനറില്ല. രാജേന്ദ്ര, കാണേണ്ട ഒരു കാര്യം, രാജസ്ഥാനിൽ ഇത്തരത്തിൽ മോദി പോയിട്ട് തീവ്ര വർഗീയ പ്രചാരണം നടത്തിയെങ്കിൽ പോലും, രാഹുൽ ഗാന്ധി പോകാതിരുന്നു എങ്കിൽ പോലും, രാജസ്ഥാനിൽ നമുക്ക് അവസാനം കണക്ക് കിട്ടുമ്പോൾ 50% അങ്ങ് കഴിയുന്നേ ഉള്ളൂ. ഒരു 3 മണിയോടെയൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കണക്കന് 60% ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ഒരു ചേരിതിരിവുണ്ടാക്കി BJPക്ക് അനുകൂലമായ ഒരു തരംഗമാക്കി മാറ്റാനൊന്നും ഇത്ര മ്ലേച്ഛമായിട്ടുള്ള പ്രചാരണം നടത്തിയിട്ട് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ജനങ്ങൾ എന്ത് സന്ദേശമാണ് അതിലൂടെ കൊടുക്കുന്നത് എന്നും കൂടി ചിലപ്പോൾ നമ്മൾ ഒരു മാസവും ഒരാഴ്ചയും കഴിഞ്ഞാൽ വായിക്കേണ്ടി വരും. അല്ല, അത് മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്ക് നോക്കിയാലും അങ്ങനെ തന്നെ. മോദിയുടെ വിദ്വേഷ പ്രസംഗം വന്നതിന് ശേഷം ഉത്തർപ്രദേശിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് പെർസെൻറ്റേജ് 52.64%. വൈകിട്ട് ഏതാണ്ട് പോളിംഗ് തീരുന്ന സമയത്താണ് അവസാന കണക്കിൽ ചില വ്യത്യാസം വരാം.
മധ്യപ്രദേശ് 55% താഴെ, മഹാരാഷ്ട്ര 55% താഴെ, അതേസമയം മണിപ്പൂർ 76.06%. അത് അവിടുത്തെ കലാപത്തിൻ്റെ ഒരു പ്രതിഫലനം ആ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവാം, ഉറപ്പായിട്ടും ഉണ്ടാവാം. ഛത്തീസ്ഗഡിൽ 72% വന്നിട്ടുണ്ട്. ബീഹാറിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, പക്ഷേ അവിടെ പോളിംഗ് പെർസെൻറ്റേജ് 50-നടുത്താണ്. കൂടുതൽ വന്നിരിക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്. അസമിലുണ്ട്, ജമ്മു കാശ്മീരിൽ വന്നിട്ടുണ്ട്, ത്രിപുരയിൽ, ബംഗാൾ, ഇവിടെയൊക്കെയാണ് പോളിംഗ് പെർസെൻറ്റേജ് കൂടിയിരിക്കുന്നത്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിലുണ്ട് കണ്ടൊരു പ്രത്യേകത എന്തെന്നാൽ ഓരോ ഘട്ടം കഴിയുന്തോറും ഈ BJPയുടെ NDAയുടെ ഒരു ആത്മവിശ്വാസം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓരോ ഘട്ടങ്ങളും ഇപ്പോൾ അതിൻ്റെ ആ തുടക്കത്തിലൊന്നും തന്നെ പ്രതിപക്ഷമേ ഇല്ല, അങ്ങനെ ഒരു ധാരണയായിരുന്നു. അതൊരു മുന്നണി, അന്ന് പേര് പോലും ഇല്ല. UPA എല്ലാം ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അന്ന് ചിന്നിച്ചെതർ കിടക്കുന്ന ഒരുപാട് പാർട്ടികൾ, അവരെല്ലാം പ്രാദേശികമായി സംസ്ഥാന തലത്തിൽ സഖ്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ഏകപക്ഷീയമായ രീതിയിലുള്ളൊരു പ്രചരണം BJPയുടെ ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ. പക്ഷെ ഓരോ ഘട്ടം കഴിയും തോറും BJP ഇങ്ങനെ പിറകോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് ഈ 2 ഘട്ടത്തിൽ ഇത് ഇനിയുള്ള ഘട്ടങ്ങൾ നിലനിൽക്കുമെന്നറിയില്ല. ഈ 2 ഘട്ടങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 2004 സമാനമാണ് കാര്യം. രാഷ്ട്രീയ ചേരികൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളെക്കുറിച്ച് മാത്രമല്ല ജനം ഇത്തവണ ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടക്കേണ്ടത്, എങ്ങനെയാണ് ആരോഗ്യകരമായ ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, നിങ്ങൾക്ക് ഏത് വരെ പറയാം, ഏതിനപ്പുറം പറഞ്ഞുകൂടാ എന്നൊക്കെ കൂടി ജനങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇപ്പോൾ കേരളത്തിലൊക്കെ നടന്നൊരു ക്യാമ്പയിൻ നമുക്ക് അറിയാമല്ലോ. ഏത് കാലത്തും കുറേ നുണ പറയും, ഏത് കാലത്തും അല്പം അധാർമികമായിട്ടോ മോശമായിട്ടോ ഉള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പല രാഷ്ട്രീയ ചേരികളും പുറത്തിറങ്ങി എടുത്തു എന്ന് വരും. ഇത്തവണ എന്തൊക്കെയാണ് നടന്നത്? സ്ഥാനാർത്ഥികൾക്കെതിരെ ഉള്ള സ്വഭാവഹത്യ, സ്ത്രീകളെ പോലും അതിൽ നിന്ന് ഒഴിവാക്കാത്ത അവസ്ഥ, അത് ഏതെങ്കിലും ഭ്രാന്ത് പിടിച്ച അണികൾ ചെയ്യുന്നുണ്ടെങ്കിൽ നേതൃത്വം അത് വിലക്കാത്ത അവസ്ഥ, നേതൃത്വം പോലും അത് ആസ്വദിക്കുകയും നിശബ്ദ സന്ദേശങ്ങൾ കൊടുത്തത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതി, ഇതൊക്കെ കേരളത്തിലും കണ്ടു. ഈ ശൈലി കൂടി ഇത്തവണ വോട്ടിനിടപെടുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും. കാരണം ഇത് പറയുമ്പോൾ പേരെടുത്ത് പറയേണ്ടത് ശൈല ടീച്ചർക്കെതിരെ നടന്ന ആക്രമണം തന്നെയാണ്. വല്ലാത്ത സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഏത് അറ്റം വരെ പോകാം. സൈബർ ആക്രമണം സ്വാഭാവികമായി രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആക്രമണം ഉണ്ടാകും. ഇത് അണ്ണത്തിക്കൽ എന്ന് പറയുന്നത് അശ്ലീലതയും അതിൻ്റെ അതിര് കടന്ന തരത്തിലേക്ക് പോവുകയായിരുന്നു. അതായത് വോട്ട് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിന് പൊതുവെ പറയാനുള്ള ഒരു പുരോഗമന ഒരു സംസ്ഥാനം എന്നുള്ള അർത്ഥത്തിലാണ്. എന്തൊക്കെ നമുക്ക് പറയാം, ഒരു രാഷ്ട്രീയ നേതാവിനോട് എങ്ങനെയൊക്കെ പറയാം, അവരെ എങ്ങനെയൊക്കെ ഏതൊക്കെ പദം പ്രയോഗിക്കാം, ആ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഒരു പോക്കായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി നേരത്തെ വിട്ടുപോയൊരു കാര്യം, ഈ രാജേന്ദ്രൻ സൂചിപ്പിച്ച ഈ 2004 ഈ കേസുമായി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഈ വാജ്പേയി സർക്കാർ നിലം പൊത്തിയ സമയത്ത് അവരുടെ മുദ്രാവാക്യം ഇന്ത്യ ഷൈനിങ് എന്നായിരുന്നു. രാജ്യം ഒരു ഷൈനിങ്ങിലും ഇല്ലാത്ത സമയത്തായിരുന്നു വാജ്പേയി മുദ്രാവാക്യം കൊണ്ടുവരുന്നത് നിലം പൊത്തുകയും ചെയ്തു. ഇത്തവണത്തെ മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഗ്യാരണ്ടി എന്താണ്? സർവത്ര വർഗീയതയും അഴിമതിയും ഉള്ള ആ ഗ്യാരണ്ടി, അത് ജനം എങ്ങനെ എടുക്കുന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് നിലവിട്ടാണ് ഈ മോദി ഇത്തവണ പറഞ്ഞത്. വളരെ കൃത്യമായി പറയുകയായിരുന്നില്ല, മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരാണ്, കൂടുതൽ കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രധാനമന്ത്രി എന്ന് പറയുക. ശേഷമാണ് ആദ്യഘട്ടത്തിലെ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതിന് ശേഷമാണ് മോദി പൂർണ്ണമായിട്ടും ഈ വിദ്വേഷ പ്രസംഗ ലൈനിലേക്ക് മാറിയത്. അതുവരെ ഗ്യാരണ്ടിയൊക്കെ കുറേയൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കി. പാരമ്പര്യ സ്വത്തിൻ്റെ കാര്യവും മക്കൾക്ക് കൊടുക്കൂല, മുസ്ലിങ്ങൾക്ക് കുടിയേറ്റക്കാരാണെന്നും അത്തരത്തിലുള്ള ക്യാമ്പയിനിലേക്ക് പോയി. അത് നോട്ടീസ് കിട്ടിയിട്ടും ഇന്നലെയും ഇതേ പരാമർശം തുടർന്നിട്ടുണ്ട്. മാത്രമല്ല ഈ നരേന്ദ്രമോദി ഇങ്ങനെ മുസ്ലിങ്ങൾ വൻതോതിൽ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ അധികം ചുരുങ്ങിയ വർഷം ഈ കേരളത്തിലെ BJP സ്ഥാനാർത്ഥികളുടെ അവർക്കൊക്കെ എത്ര മക്കളുണ്ട് എന്നൊരു അന്വേഷണം നടത്തുന്നതായി. കാരണം അത് അല്ല, ഇത് നമ്മളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നല്ല, പക്ഷേ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടോ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങൾ അവതരിപ്പിക്കുന്ന നിലവിലോ ഒക്കെ ആണെങ്കിലല്ലേ ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുള്ളൂ. എന്തെങ്കിലും വിളിച്ചു പറയുക, അതുകൊണ്ട് 10 വോട്ട് കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ ഈ ധ്രുവീകരണം അതുകൊണ്ട് നടക്കുമെങ്കിൽ അങ്ങനെ നടപ്പാക്കുക. നിങ്ങൾക്കൊരു സാങ്കല്പിക ശത്രു ഉണ്ട്, അത് ശത്രുവാണ് എന്ന് പറഞ്ഞ് മുന്നിലേക്ക് ഇട്ട് കൊടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് ഇത് വല്ലതും ബാധകമാണ്. മോദിയുടെ ഈ പരാമർശം കേരളത്തെ ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല രാജേന്ദ്ര. കേരളത്തിൽ എന്തൊക്കെയായാലും അവർക്കൊന്നും കിട്ടൂല എന്നുള്ള കാര്യം കേരളത്തിലുള്ളവരെക്കാൾ നന്നായിട്ട് മോദിക്കറിയാം. 2 അക്കം തികയ്ക്കും എന്ന് പറയുന്നത് നമ്മൾ തമാശയായിട്ട് പറയില്ലേ, 0-0 2 0 കിട്ടുക. അതുകൊണ്ട് മോദിയെ സംബന്ധിച്ച് അത് പ്രശ്നമല്ല.
ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഈ എതിരാളികളെ എങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്താമെന്നുള്ളതിനൊരു എനിക്ക് തോന്നുന്നു പക്ഷേ ഇടതുപക്ഷത്തിനൊരു മാന്യതയുണ്ട്. രാജേന്ദ്രൻ പറഞ്ഞ പോലെ ഈ സ്ഥാനാർത്ഥികളുടെ കേരളത്തിലെ BJP സ്ഥാനാർത്ഥികളുടെ മക്കളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ആരൊക്കെയാണെന്ന് നമുക്കറിയാം. അത് നല്ല രീതിയിൽ പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ട്രോളിനും വേണമെങ്കിൽ CPM-നോ ഇടതുപക്ഷത്തിനോ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഈ ഒരു ചോദ്യം പോലും ഈ BJP സ്ഥാനാർത്ഥികളോട് ആരും ചോദിച്ചിട്ടില്ല. പക്ഷേ അത് ചോദിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഈ പ്രധാനമന്ത്രിയാണ്. അവർ മനസ്സിലാക്കുന്നത്. കാരണം അവരാണിത് മനസ്സിലാക്കേണ്ടത്. തങ്ങളെല്ലാം വലിയ നേതാക്കന്മാരായി കാണുന്ന ആ നരേന്ദ്രമോദി തന്നെ ഈ രീതിയിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു മൂത്ത മുറി വേറൊരു തരത്തിൽ കണ്ടിട്ടുണ്ട്. അതായത് നിർബന്ധിത വന്ധ്യംകരണം നടപ്പാക്കുന്നതാണ് ഇന്ത്യക്ക് ഇനി രക്ഷപ്പെടാനുള്ളൊരു മാർഗം എന്നും പറഞ്ഞുകൊണ്ടൊരു നേതാവ് കുറെ കാലം മുമ്പ് ഇറങ്ങി പുറപ്പെടുകയും പേരൊന്നും പറയുന്നില്ല, കുറെ കാലം മുമ്പ് ഇറങ്ങി പുറപ്പെടുകയും അതിന്റെ തിരിച്ചടി മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പോട്ടെ. അപ്പോ പക്ഷെ അതിന്റെ രാഷ്ട്രീയ യോജിപ്പുണ്ട്. അങ്ങനെ വിട്ടുകളയെന്ന് പറയുന്നത് ആ വിട്ടുകളഞ്ഞ ആ കോൺഗ്രസിനെ പല കാലഘട്ടങ്ങളിലും വിട്ടുപോയതാണ് ഇന്ന് നമ്മൾ ഇതിരുന്ന് മോദിയുടെ ഈ വർഗീയ പരാമർശത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അന്ന് സഞ്ജയ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും അടക്കമുള്ള ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു പൊളിറ്റിക്കൽ പ്രസ്താവന നമ്മുടെ പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പിണറായിയെ പിടിച്ച് ജയിലിടുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുത്തശ്ശി ഞങ്ങളെ 1.5 വർഷം ജയിലിലിട്ടതാണ്. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തേ പറ്റൂ. ചരിത്രം നമ്മൾ പറയുമ്പോൾ സഞ്ജയ് ഗാന്ധി ആണെങ്കിൽ സഞ്ജയ് ഗാന്ധി ചെയ്തു എന്ന് തന്നെ പറയണം, ഇന്ദിരാഗാന്ധി ചെയ്തു ഇന്ദിരാഗാന്ധി ചെയ്തു എന്ന് പറയണം. അങ്ങനെ ഒളിച്ചു വെക്കപ്പെടേണ്ടതല്ല കോൺഗ്രസിന്റെ ഈ നെറുകേടൊന്നും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കാലത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സംബന്ധിച്ച് ശക്തമായ ത്രികോണ മത്സരം നടന്ന 2-3 മണ്ഡലങ്ങൾ, തൃശ്ശൂർ, തിരുവനന്തപുരം, അവിടെയൊക്കെ പോളിംഗ് പെർസെൻറ്റേജ് കമ്പാരിറ്റീവ്ലി മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. ഇതുവരെയുള്ള കണക്ക് നോക്കുമ്പോഴത്തേക്ക് തൃശ്ശൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 77.92 തൃശ്ശൂരെ പോളിംഗ് പെർസെൻറ്റേജ്. പക്ഷേ അവിടെ വേറൊരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാർ വന്നിട്ടുള്ള മണ്ഡലം 1,46,656 വോട്ടർമാർ, പുതിയ വോട്ടർമാർ തൃശ്ശൂർ വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ഭൂരിപക്ഷം 93,633 വോട്ട്. അത് ഈ പുതിയ വോട്ടർമാർ വളരെ ക്രൂഷ്യലാവുന്നൊരു മണ്ഡലമായിട്ട് തൃശ്ശൂർ മാറുകയാണ്. അല്ലാതെ തന്നെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം സുനിൽകുമാർ അവിടെ നിൽക്കുന്നു, മുരളീധരൻ വളരെ പെട്ടെന്ന് മണ്ഡലം മാറി തൃശ്ശൂരിലേക്ക് എത്തുന്നു. ആ നിലയിലുള്ള ഒരു പ്രാധാന്യം ആ മണ്ഡലത്തിനുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രവാഹം ഉണ്ടായിട്ടുണ്ടാവും, അവർക്കൊരു കൗതുകവും താല്പര്യമൊക്കെ ഉണ്ടാവും. അതെ. അതുപോലെ തന്നെ കൂടിയിരിക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. അവിടെ 48,678 വോട്ടർമാർ വന്നിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 10,474 വോട്ട് മാത്രമായിരുന്നു. ഇപ്പോൾ 70.99% അല്ലേ ഉണ്ടെന്നാണ് അവസാനം കാണുന്ന കണക്ക്. അപ്പോൾ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ താല്പര്യക്കുറവ് കേരളത്തിൽ ഉണ്ടായി എന്ന തരത്തിൽ പറയേണ്ട ഒരു സ്ഥിതി ഇപ്പോഴത്തെ കണക്കുകൾ വെച്ച് ഉണ്ടെങ്കിൽ പോലും അത് ചില മണ്ഡലങ്ങളിലെങ്കിലും അങ്ങനെയല്ല. ചില മണ്ഡലങ്ങളിലൊക്കെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ജനപ്രവാഹം ഉണ്ടായിട്ടുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ എന്നാണ് മനോജ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. കണ്ണൂരും പോളിംഗ് പെർസെൻറ്റേജ് കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ അന്തിമ കണക്കുകൾ കൂടി വെച്ചിട്ടേ ഇത് പറയാൻ കഴിയുള്ളൂ. എന്നാൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്, രാഷ്ട്ര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു തെരഞ്ഞെടുപ്പ്, നാളെ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരിക്കുമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെയുള്ള ആമുഖത്തോടു കൂടി വന്നെത്തിയ ഈ തെരഞ്ഞെടുപ്പിൽ കേരളം വോട്ട് ചെയ്തിരിക്കുന്നു. കേരളം വോട്ട് ചെയ്തത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അല്പം കുറവാണ് എന്ന സംശയം ഉണരുന്നുണ്ട് എങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾ, സമ്മതിദായകർ ആ ജനാധിപത്യാവകാശം വിനിയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ ഉത്തരം എന്താണ്, കേരളം ആരുടെ കൂടെയാണ് നിന്നത് എന്നറിയാൻ 1 മാസവും ഒരാഴ്ചയും ഇനിയും നമ്മൾ ഇരിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനമാണ് എന്ന് പറയും എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ജനാധിപത്യം ഓരോ ദിവസത്തെയും ജനജീവിതം തന്നെയാണ് എങ്കിൽ പോലും തെരഞ്ഞെടുപ്പുകൾക്കൊരു വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കേരളം വിധി എഴുതിയിരിക്കുന്നു. ആ വിധിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ പരിപാടിയിലെ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.